അരുൺ ആലത്തൂരിലേക്ക്. അരുൺ, ഈ വഖഫിൻ്റെ ഈ നീക്കങ്ങൾക്ക്, അല്ലെങ്കിൽ വഖഫാണ് ആ വസ്തുവിൻ്റെ മുഴുവൻ 3 പഞ്ചായത്തിലെയും ക്ഷേത്രങ്ങളുടെയും വസ്തുവിൻ്റെയും ഗ്രാമങ്ങളുടെയും ഒക്കെ അവകാശികൾ എന്ന് പറയുന്നതിന് പിന്നിൽ അവർ മാത്രമാണോ അതോ രാഷ്ട്രീയവുമുണ്ടോ? ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഇതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ടും അവർ പറയുന്നത് DMKയുടെ പ്രകടന പത്രികയിൽ തന്നെ അവർ പറഞ്ഞിരുന്നു, അവർ അധികാരത്തിൽ കയറുകയാണെങ്കിൽ വഖഫ് ബോർഡിന്റെ ഭൂമികളെല്ലാം തിരിച്ചു പിടിച്ച് നൽകും എന്നുള്ളത്. അതിനുശേഷം ഈ ക്ഷേത്രം ഉൾപ്പെടെ വഖഫ് ബോർഡിന് സ്വന്തമായ ഭൂമിയാണ് എന്ന് പറയുന്നത് ഈ സർക്കാരാണ്, അത് കാണിച്ചു കൊടുക്കുന്നത് സർക്കാരാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ ഒരു പരാതിയായിട്ട് പറയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഷാഫി ചാലിയും അദ്ദേഹം പറഞ്ഞത്, നമ്മൾ എന്തുകൊണ്ട് റവന്യൂ അധികൃതരുടെയും മറ്റുമൊന്നും ഇതിലെ വിശദീകരണം ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മൾ കൃത്യമായി തന്നെ അവരുമായിട്ടൊക്കെ ഇവിടെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ആ ഉദ്യോഗസ്ഥരൊന്നും ഇതിൽ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അവർ പറയുന്നത് DMK ഭരണം നടക്കുന്ന സാഹചര്യമാണുള്ളത്. ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ അതിന് അനുകൂലമല്ലാത്ത രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകളോ മറ്റോ അവരുടെ വായിൽ നിന്നും വീഴുകയാണെങ്കിൽ പിന്നീട് ആ ഉദ്യോഗസ്ഥരെ വേട്ടയാടുന്ന ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും അവരൊന്നും തയ്യാറായില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ റവന്യൂ അധികൃതരുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിച്ചിരുന്നു. അവർക്ക് എവിടെ നിന്നാണ് ഇതിന്റെ രേഖകൾ ലഭിച്ചത്, എത്തരത്തിലുള്ള, അതായത് ഇത് ഈ ക്ഷേത്രം ഉൾപ്പെടെ വഖഫ് ബോർഡിന്റേതാണെന്ന് പറയുമ്പോൾ അതിന് ഏത് തരത്തിലുള്ള രേഖകളാണ് വഖഫ് ബോർഡിന്റെ കയ്യിലുള്ളത്? ഇപ്പോൾ നിലവിൽ കോടതിയിൽ പോലും അത്തരം ഒരു രേഖയും ഈ ക്ഷേത്രം ഉൾപ്പെടെ, അതായത് ഈ 1300 വർഷം പഴക്കമുള്ള രാജരാജ ചോഴൻ നിർമ്മിച്ചത് എന്ന് കരുതപ്പെടുന്ന ആ ഒരു ക്ഷേത്രം ഉൾപ്പെടെ വഖഫ് ബോർഡിന്റേതാണെന്ന് പറയുമ്പോൾ അതിന് ചരിത്രപരമായി തെളിയിക്കുന്നതിന് വേണ്ടി എന്ത് രേഖകളാണ് ഇവരുടെ കയ്യിൽ എന്നുള്ളത് കോടതിയിൽ പോലും ഇതുവരെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ റവന്യൂ അധികൃതരോട് ഉൾപ്പെടെ നമ്മൾ ചോദിച്ചിരുന്നു, ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഉണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് നിങ്ങളുടെ പക്കൽ ഉള്ളത് എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ അവർ അത്തരം രേഖകളോ മറ്റോ ഒന്നും നമുക്ക് മുന്നിൽ കാണിച്ചു തരികയോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ ഈ നാട്ടുകാർ പറയുന്നത് DMK എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രമായിരിക്കും ഇവിടുത്തെ ആളുകൾ പ്രതികരിക്കുക. സർക്കാർ ഷാഫി ചാലിയം കേട്ടുവല്ലോ, ഒരു സൈഡ് മാത്രം നോക്കി പോകുന്ന റിപ്പോർട്ടർ അല്ല അരുൺ ആലത്തൂർ, മറുപക്ഷവും തേടിയിരുന്നു. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാൽ അവർക്ക് നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. രേഖകൾ ഇല്ലെന്ന് വ്യക്തമാണ്. അരുൺ തുടർന്നോളൂ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട രേഖകളോ മറ്റോ ഒന്നും അവരുടെ പക്കലില്ല എന്നുള്ളത് മാത്രമല്ല, കോടതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയിട്ടുണ്ടോ എന്നുൾപ്പെടെ നമ്മൾ പരിശോധിക്കുകയുണ്ടായി. പക്ഷേ ഇതുവരെ അത്തരം രേഖകളൊന്നും കോടതിയിലും ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകളും മറ്റുമൊക്കെ നടത്തും. നമുക്ക് ഭാസ്കർ അദ്ദേഹത്തിൽ കൂടെ ഒന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദിച്ചറിയാം. കാരണം ഇതിനുവേണ്ടി ഏറ്റവും അധികം നിയമ പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ്. இந்த கோவில் வந்து வக்கஃப் போர்டோட இது அந்த மாதிரி ஏதாவது எவிடன்ஸ் வக்கஃப் போர்டு கோர்ட்ல ஹாஜராக்கி இருக்குதா, ப்ரொடியூஸ் பண்ணியிருக்குதா கோர்ட்ல? நான் வந்து பப்ளிக் இன்ட்ரெஸ்ட் லிட்டிகேஷன் சொல்லி சுப்ரீம் கோர்ட்ல வந்து இந்த வக்ஃப் போர்டு சம்பந்தமா கேஸ் போட்டிருக்கேன். கேஸ் நம்பர் ஆயிருக்கு, அது லைவ்ல இருந்துகிட்டு இருக்கு. இது வந்து எங்க இந்துக்களோட கோயில் தான்ன்றதுக்கு நாங்கள் எவிடன்ஸோட தான் நான் போட்டிருக்கேன். நான் இல்லை வக்கஃப் போர்டு வந்து அவங்களோட இடம் என்றதுக்கு ஏதாவது சப்போர்ட்டிங் டாக்குமெண்ட் கோர்ட்ல ப்ரொடியூஸ் பண்ணியிருக்கிறா? இல்லை, இதுவரையிலும் பண்ணல. இதுவரையிலும் அவங்க வந்து வக்ஃப் போர்டில் வந்து எதுவும் பண்ணல. ஆனா நம்ம கிட்ட கரெக்டா எல்லா இதுவும் இருக்குது, இருக்கு, எவிடன்ஸ் ஃபுல்லா இருக்கு. எங்ககிட்ட எல்லா ஆதாரத்தையும் வச்சு தான் நாங்கள் போட்டிருக்கோம். இதெல்லாம் எந்த ஆதாரம் நீங்க ப்ரொடியூஸ் பண்ணியிருக்கீங்க? எங்கிட்ட இருக்க ஆதாரத்தை வச்சு நாங்கள் போட்டிருக்கோம். இந்த கல்வெட்டுல எல்லாம் இருக்கிறது, மற்றபடி ராஜராஜ சோழனோட ஓலைச்சுவடியில் இருக்கிறது எல்லாத்தையும் ஆதாரத்தை வச்சு தான் நாங்கள் போட்டிருக்கோம். நாங்கள் ഏതായാലും 1300 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഇത് എന്ന് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങളൊക്കെ ഇവർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ രാജരാജ ചോഴൻ നിർമ്മിച്ചതാണെന്ന് തെളിയിക്കുന്ന കൽവേട്ടുകളായാലും ഓലച്ചുവടിയിലുള്ള എഴുതപ്പെട്ടിട്ടുള്ള ലിഖിതങ്ങളാണെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ഇവർ കോടതിയിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഞാൻ വരാം